Hi all, welcome to AECS online class. അപ്പോൾ നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്യാൻ പഠിച്ചല്ലേ? എല്ലാവരും പഠിച്ചില്ലേ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാനായിട്ട്? എങ്ങനെയായിരുന്നു? സ്കെയിൽ എടുക്കുക, ഏത് ഒബ്ജക്റ്റ് ആണ് നോക്കുക, ആ ഒബ്ജക്റ്റിന്റെ ലെങ്ത് മെഷർ ചെയ്യണം അല്ലേ? എളുപ്പമല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ള പാഠഭാഗത്തോട്ട് പോകാം. ഇൻ പേജ് നമ്പർ 50. How big is my hand? എന്റെ കൈ എത്ര വലുതാണ്? മെഷർ ദ ലെങ്ത് ഓഫ് യുവർ തമ്പ്. നിങ്ങളുടെ തമ്പിന്റെ, നമ്മുടെ എന്താണ് തള്ളവിരൽ അല്ലെ, തമ്പിന്റെ മെഷർമെന്റ് എടുക്കുക. ആൻഡ് യുവർ ലിറ്റിൽ ഫിംഗർ, നിങ്ങളെ ചെറിയ കൈയുടെ ചെറിയ വിരലിന്റെ മെഷർമെന്റ് എടുക്കുക. യൂസ് ദ സ്കെയിൽ ഓൺ ദിസ് പേജ്. സ്കെയിൽ ഉപയോഗിച്ച് എന്താണ് നിങ്ങളുടെ തമ്പിന്റെ, നിങ്ങളുടെ കുഞ്ഞു വിരലിന്റെ മെഷർമെന്റ് എടുക്കുക. വിച്ച് ഇസ് ലോങ്ങർ? ഏതാണ് വലുത്? ഒന്ന് മെഷർമെന്റ് എടുത്ത് ഒരു സ്കെയിൽ എടുത്തിട്ട് ടെക്സ്റ്റിൽ ഇത് വെച്ച് ചെയ്യാനാണ്, പക്ഷെ വേണം നിങ്ങൾ ഒരു സ്കെയിൽ എടുത്തിട്ട് സ്കെയിലൂടെ വെച്ചിട്ട് എത്രയാണ് ഇത് നീളം, നിങ്ങൾ എല്ലാവരും കുഞ്ഞു വരില്ല അല്ലെ, നീളം നോക്കണം. ഈ കുഞ്ഞു കൈയുടെ നീളം നോക്കണം. എന്നിട്ടോ അപ്പൊ ഒരു നമ്പേഴ്സ് കിട്ടും അല്ലെ, എത്ര സെന്റിമീറ്റർ ആണ് കിട്ടും. വിച്ച് ഇസ് ലോങ്ങർ, തമ്പ് ഓർ ലിറ്റിൽ ഫിംഗർ? ഏതാണ് വലുത്? നിങ്ങളുടെ തമ്പാണോ ലിറ്റിൽ ഫിംഗർ ആണോ? ഏതായിരിക്കും വലുത്? ചെയ്ത് നോക്കിക്കേ എല്ലാവരും. ഏതായിരിക്കും? തമ്പാണ്. എല്ലാവരും തമ്പ് എഴുതിക്കേ. തമ്പ് ഈസ് ലോങ്ങർ ദാൻ ദ ലിറ്റിൽ ഫിംഗർ. ഓക്കെ, തമ്പ് എഴുതുക. THUMB, തമ്പ്. ഇനി ബ്രിങ് എ മെഷറിംഗ് ടേപ്പ് ടു യുവർ ക്ലാസ്. ക്ലാസ് റൂമിലോട്ട് ഒരു ടേപ്പ് കൊണ്ടുവരണം. മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ടേപ്പ് കൊണ്ടുവരാനാ പറയുന്നത്. Guess the length of different parts of your body and check if your guess is correct. എന്താണ് നിങ്ങളുടെ പല ബോഡിയുടെയും പല കൈയുടെ ആവാം, കാലിന്റെ ആവാം, തലയുടെ ആവാം, കഴുത്തിന്റെ ആവാം അല്ലേ, ഇത് ഫുൾ ലെങ്ത് ആവാം അല്ലേ. നിങ്ങളുടെ ബോഡിയുടെ പല ഭാഗത്തിന്റെ മെഷർമെന്റ് കണ്ടെത്തുക. എന്നിട്ട് ആദ്യം നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കണം, ഇത് ഇത്ര സെന്റിമീറ്റർ ആയിരിക്കും എന്നൊന്ന് ഊഹിച്ചു നോക്കണം. എന്നിട്ട് അളന്ന് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഊഹം ശരിയാണോ ഇല്ലയോ നമുക്കൊന്ന് അറിയാം. You can use a scale, string, measuring tape, etc. എന്തൊക്കെയാണ് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നൂല് സ്ട്രിങ് ഉപയോഗിച്ച് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് മെഷർ ചെയ്യാം. വീട്ടിൽ ഉമ്മയൊക്കെ തയ്ക്കുന്നതാണെങ്കിലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ തയ്ക്കാൻ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടേപ്പ് കണ്ടിട്ടില്ലേ? അതാട്ടോ മെഷറിംഗ് ടേപ്പ്. ഇനി how will you know the number of centimeters if you measure with a rope, shoestring, thread, etc. അല്ല, ഈ മെഷറിംഗ് ടേപ്പിനകത്ത് മെഷർമെന്റ്സ് ഉണ്ട്. ഓക്കെ, സെന്റിമീറ്റർ ഉണ്ട്, 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, അങ്ങനെ സെന്റിമീറ്റേഴ്സ് ഉണ്ട്. നിങ്ങളുടെ സ്കെയിലും സെന്റിമീറ്റേഴ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഒരു നൂല് വെച്ചോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഷൂ ലേസിന് എന്തെങ്കിലും നാല് വെച്ചോ, ഷൂ ലേസ് വെച്ചോ, അങ്ങനെ നീണ്ട വസ്തു വെച്ചോ നിങ്ങൾ ഏതെങ്കിലും വസ്തുവിനെ അളക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ നീളം എങ്ങനെ നിങ്ങൾ അറിയാൻ പോകുന്നു? എങ്ങനെ അറിയും? അതിന് മെഷർമെന്റ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ. അതറിയാൻ എന്താ ഒരു വഴി? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, എന്താണ് ഒരു വഴി? അറിയാമോ? ആർക്കെങ്കിലും ഉത്തരം പറയാൻ സാധിക്കുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ മിസ് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേനയുടെ നീളം അളക്കണം. സ്കെയിലും മെഷറിംഗ് ടേപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മിസ് പറയുകയാണ്. നിങ്ങൾക്ക് ഒരു നൂല് ഉപയോഗിക്കാം. ഈ നൂല് ഉപയോഗിച്ച് ഈ പേനയുടെ നീളം കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നൂല് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇതിന്റെ നീളം അളക്കാൻ നൂല് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നീളം അളന്നു കഴിഞ്ഞാൽ പിന്നെ സ്കെയിൽ ഉപയോഗിക്കാം കേട്ടോ. എന്ത് ചെയ്യണം? ആ നൂല് വെച്ചിട്ട് ഇതിന്റെ കറക്റ്റ് നീളത്തിലുള്ള ആ നൂലൊരു അടയാളം മാർക്ക് ചെയ്യണം അല്ലെ. നൂലിന്റെ ഒരു അറ്റം ഇവിടെ വെക്കുക, മറ്റേ അറ്റം ഇവിടെ വെച്ചിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കുക അല്ലെ. എന്നിട്ട് ആ കിട്ടിയ അത്രയും നീളം നമ്മൾ ആ സ്കെയിലിൽ വെച്ച് നോക്കിയാൽ പോരെ. സ്കെയിലിൽ വെച്ചിട്ട് എന്താണ് നമുക്ക് അതിന്റെ എത്രയാണ് അളവെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെ. ആ നൂല് വെച്ച് കറക്റ്റ് ഇതിന്റെ അത്രയും ലെങ്ത് വരുന്ന രീതിയിൽ ഈ നൂലിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക, അടയാളപ്പെടുത്തുക. എന്നിട്ട് ആ അടയാളം വെച്ച് സ്കെയിലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മെഷർ ചെയ്യാൻ സാധിക്കും. അങ്ങനല്ലേ? നോക്കിക്കേ. ഇനി പേജ് നമ്പർ 51. നിങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും, നോസ്, കൈയുടേത്, അങ്ങനെ പല ഭാഗത്തിന്റെയും അളവടക്കാൻ പോവാട്ടോ. മെഷർമെന്റ് ഉണ്ട്, നിങ്ങൾ ഫ്രണ്ടിന്റെ മെഷർമെന്റ് ഉണ്ട്.
ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നോസ്, നിങ്ങൾ മൂക്കിന്റെ ലെങ്ത് എടുക്കുക. മൂക്കിന്റെ ഇവിടെ മുതൽ മൂക്കിന്റെ ഈ തുമ്പ് വരെയുള്ളതിന്റെ ലെങ്ത് എടുക്കുക. എന്ത് ചെയ്യും? ഒന്നുകിൽ നൂല് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക. അല്ലാതെ സെന്റിമീറ്റർ എത്രയാണെന്ന് എഴുതണം കേട്ടോ. ഇവിടെ എഴുതുക സെന്റിമീറ്റർ, അത് അവിടെ എഴുതുക. ഇനി മൈ ഫ്രണ്ട്സ് മെഷർമെന്റ്, ഒരു സുഹൃത്തിന്റെ മെഷർമെന്റ്. ഇപ്പൊ നിങ്ങൾ വീട്ടിലായിരിക്കും അല്ലെ, പുറത്തോടൊന്നും അത് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂടെ പറപ്പുകള, അല്ലെങ്കിൽ ഇക്ക, ഇത്ത, അല്ല അനിയൻ, അനിയത്തി, അങ്ങനെ ആരുടെയെങ്കിലും മെഷർമെന്റ് ഇവിടെ എഴുതാം. ഓക്കെ, ഇതൊന്നും അല്ലെങ്കിൽ ഉമ്മായുടെയോ വാപ്പായുടെ മെഷർമെന്റ് എഴുതാം കേട്ടോ. നിങ്ങളുടെ മൂക്കിന്റെ ലെങ്ത് അളക്കുക, അതിവിടെ എഴുതുക. മൈ മെഷർമെന്റ് താഴെ എഴുതുക, നോസിന് നേരെ എഴുതുക. ഇനി മൈ ഫ്രണ്ട്സ്, നിങ്ങൾ ഏത് വ്യക്തിയാണോ സെലക്ട് ചെയ്യുന്നത് അവരുടെ മൂക്കിന്റെ മെഷർമെന്റ് അളന്നിട്ട് അതിവിടെ എഴുതുക. ഇനി അറൌണ്ട് യുവർ ബ്രസ്റ്റ്, നിങ്ങളുടെ ബ്രസ്റ്റ്, നിങ്ങളുടെ ഈ ഭാഗം അറൌണ്ട് യുവർ ബ്രസ്റ്റ്, ഈ ബ്രസ്റ്റ് നിങ്ങളുടെ എത്രയാണ് മെഷർമെന്റ്? അത് എന്ത് ചെയ്യും? സ്കെയില് വെച്ച് നമുക്ക് അളക്കാൻ പറ്റുമോ? സ്കെയിൽ ഇങ്ങനെ കറക്കി എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. ഒന്നെങ്കിൽ നൂല് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒരു ടേപ്പ് ഉപയോഗിക്കുക. അറിയാലോ, സ്കെയില് വെച്ച് നമ്മൾ അളക്കുന്ന അതേ രീതി തന്നെയാണ്, അതേ അത്രയും 10 നമ്പർ ഓഫ് എന്താണ് പറഞ്ഞ പോലെ സ്കെയിലില് 1 2 3 4 5 ഇച്ചിരി വലിയ വല 6 7 8 9 10 1നെ സൂചിപ്പിക്കുന്നു. പിന്നെയും 1 2 3 4 5 ഇച്ചിരി വലിയ വരയാണ് 5 നമ്പർ, 6 7 8 9 10 വലിയ വര 2. ഇത് തന്നെയാണ് മെഷറിംഗ് ടേപ്പിലുള്ളത്. സോ എന്താണ്, എല്ലാവരും റൗണ്ട് ചെയ്യാൻ പറ്റുന്ന മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നൂല് ഉപയോഗിച്ചോ നിങ്ങളുടെ ബ്രസ്റ്റിന്റെയും നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന മറ്റു വ്യക്തിയുടെ ബ്രസ്റ്റിന്റെയും നീളം അളക്കുക. എന്നിട്ട് ഇവിടെ രണ്ടിടത്ത് എഴുതുക. ഇനിയോ അറൌണ്ട് യുവർ ഹെഡ്, നിങ്ങളുടെ തലയുടെ ചുറ്റളവ്, നിങ്ങളുടെ തലയുടെ ഇത്രയും സർക്കംഫറൻസ് അറൌണ്ട് ചെയ്യാനായി, ഇത്ര ലെങ്ത് എടുക്കാനല്ല, അറൌണ്ട് ചെയ്യാനാണ്, ചുറ്റും എടുക്കാനാണ് തലയുടെ മെഷർമെന്റ് എടുക്കുക. ഓക്കെ, ടേപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നൂല് ഉപയോഗിച്ച് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ എഴുതുക, നിങ്ങൾ സെലക്ട് ചെയ്ത വ്യക്തിയുടെയും എഴുതുക. ഇനി ഇയർ, നിങ്ങളുടെ ചെവിയുടെ ലെങ്ത് മെഷർ ചെയ്യുക. നിങ്ങളുടെയും നിങ്ങൾ സെലക്ട് ചെയ്ത വ്യക്തിയുടെ മെഷർമെന്റ്സ് രണ്ടിടത്തായിട്ട് എഴുതുക. ഇനിയോ ഹാൻഡ്, ദി ടിപ്പ് ഓഫ് മിഡിൽ ഫിംഗർ ടു ദ ബ്രസ്റ്റ്, എന്താണ് നിങ്ങളുടെ വിരൽ എന്താണ് നമ്മുടെ മിഡിൽ ഫിംഗർ ഇതാ അല്ലെ, മിഡിൽ ഫിംഗറിന്റെ മുകളിൽ നിന്നും നമ്മുടെ ഈ ബ്രസ്റ്റ് വരെ, മിഡിൽ ഫിംഗറിന്റെ മുകളിൽ നിന്നും നമ്മുടെ ഈ ബ്രസ്റ്റ് വരെയുള്ളതിന്റെ ലെങ്ത് എല്ലാവരും എഴുതുക. നിങ്ങളുടെ ലെങ്ത് എഴുതുക, പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത മറ്റേ വ്യക്തിയുടെ ലെങ്തും ഇവിടെ എഴുതണം കേട്ടോ. ഇനി കമ്പയർ യുവർ മെഷർമെന്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്, എന്താണ് നിങ്ങളുടെ ഒരു മെഷർമെന്റ് ഈ കോളത്തിലുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് കോളത്തിലുണ്ട് അല്ലെ. നിങ്ങൾ സെലക്ട് ചെയ്ത മറ്റേ വ്യക്തിയുടെ മെഷർമെന്റ്സ് ഈ തേർഡ് കോളത്തിലുണ്ട്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഹാസ് ദ ബിഗ്ഗസ്റ്റ് ഹെഡ് ആൻഡ് ഹു ഹാസ് ദ സ്മോളസ്റ്റ് ഹെഡ്? ആർക്കാണ് വലിയ തലയുള്ളത്, ആർക്കാണ് കുഞ്ഞു തലയുള്ളത്? അതാരെന്ന് എഴുതുക. നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളുടെ പേര് എഴുതുക, അല്ലെങ്കിൽ മൈ എന്ന് എഴുതുക. പിന്നെയോ സെക്കൻഡോ നിങ്ങൾ സെലക്ട് ചെയ്ത വ്യക്തിയുടെ ആണെങ്കിൽ അങ്ങനെ എഴുതുക, പേര് എഴുതിയാൽ മതി കേട്ടോ. രണ്ടിടത്തും പേര് എഴുതുക. ഏറ്റവും വലിയ മെഷർമെന്റ്സ് നോക്കിയിട്ട് ഏറ്റവും വലിയ ഹെഡ് ഉള്ള ആർക്കാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവരുടെ പേര് ഫസ്റ്റ് എഴുതുക. സെക്കൻഡ് കുഞ്ഞ് ഏറ്റവും ചെറിയ തല ആദ്യം കണ്ടുപിടിച്ചിട്ട് അവരുടെ പേര് സെക്കൻഡ് എഴുതുക. ഇനി ഹു ഹാസ് ദ ലോങ്സ്റ്റ് ഹാൻഡ് ഫ്രം മിഡിൽ ഫിംഗർ ടു ബ്രസ്റ്റ്? മിസ് പറഞ്ഞ പോലെ കൈയുടെ ഈ തുമ്പിൽ നിന്ന്, ഈ നടുവിരലിന്റെ തുമ്പിൽ നിന്ന് ഈ ബ്രസ്റ്റ് വരെയുള്ള നീളം നോക്കിയിട്ട് ആർക്കാണ് ലോങ്സ്റ്റ് ഹാൻഡ്, നീളമുള്ള കൈ ആരുടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവരുടെ പേര്, നീളമുള്ള കൈ ആരുടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവരുടെ പേര് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ആരുടെയാണ് നീളമുള്ള കൈ അവരുടെ പേര് എഴുതുക. വിച്ച് ഈസ് ലോങ്ങർ, യുവർ ഇയർ ഓർ യുവർ നോസ്? ഇത് നിങ്ങളുടെ അളവ്, നിങ്ങളുടെ മൂക്കിന്റെ നീളമാണോ നിങ്ങളുടെ ചെവിയുടെ നീളമാണോ? നിങ്ങളുടെ അളവ് കേട്ടോ. നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികളുടെ നോസിന്റെ ആണോ ചെവിയുടെ ആണോ ഏറ്റവും വലിയ നീളം എന്ന് കണ്ടുപിടിച്ചിട്ട് എന്താ അത് എഴുതുക. ഒന്നുകിൽ നോസ് ആണെങ്കിൽ നോസ് എന്ന് എഴുതുക, ഇയർ ആണെങ്കിൽ ഇയർ എന്ന് എഴുതുക. ആ സെന്റിമീറ്റർ കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. നോസിന്റെ എത്രയാണ് നിങ്ങളുടെ സെന്റിമീറ്റർ നോക്കുക, ഇയറിന്റെ എത്രയാണ് നോക്കുക. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ നോക്കുക. നോസ് ആവാം, ചിലപ്പോൾ ഇയർ ആവാം, ചിലപ്പോൾ ഇയർ ആയിരിക്കും കേട്ടോ. സോ ഇയർ ആണെങ്കിൽ ഇയർ എന്ന് എഴുതുക, നോസ് ആണെങ്കിൽ നോസ് എന്ന് എഴുതുക. ഈസ് എനി ഓഫ് യുവർ നെയിൽസ് മോർ ദാൻ 1 സെന്റിമീറ്റർ ലോങ്? നിങ്ങളുടെ നഖം ഉണ്ടല്ലോ, എല്ലാവർക്കും നഖമില്ലേ, ഈ നഖത്തിന് എല്ലാ നഖത്തിന്റെ അളവ് എടുത്ത് നോക്കണം കേട്ടോ. 1 സെന്റിമീറ്ററിനെ കാട്ടി കൂടുതലാണോ എന്ന് നോക്കുക. അങ്ങനെയെങ്കിൽ യെസ്
എന്ന് എഴുതുക. ഈസ് എനി ഓഫ് യുവർ നെയിൽസ് മോർ ദാൻ 1 സെന്റിമീറ്റർ ലോങ്? 1 സെന്റിമീറ്ററിനെക്കാട്ടി കൂടുതൽ നീളമുണ്ടോ നിങ്ങളുടെ ഒരു നഖത്തിന്? ഒരു വിരലിലെ എല്ലാ നഖത്തിനും മെഷർമെന്റ് എടുത്ത് നോക്കുക. എന്നിട്ട് 1 സെന്റിമീറ്ററിനെക്കാട്ടി വലുതാണോ ചെറുതാണോ എന്ന് നോക്കുക. എന്നിട്ട് എന്താണ് ഇവിടെ എഴുതുക. ഓക്കെ, ഇനി പേജ് നമ്പർ 52. ഗിപ്ലി ആൻഡ് ഗ്രെയിൻസ്. ഗിപ്ലി എന്ന് പറയുന്ന ഒരു ഉറുമ്പുണ്ട്, കുറച്ച് ധാന്യങ്ങളുണ്ട് കേട്ടോ. ഇനി ആൻഡ് ഗിപ്ലി ഹാസ് ടു റീച്ച് ദ ഗ്രെയിൻസ്. ഈ ഉറുമ്പിന് ഈ ഗ്രെയിൻസിന്റെ അടുത്ത് എത്തണം. ഷീ ഈസ് ലുക്കിംഗ് ഫോർ ദ ഷോർട്ടസ്റ്റ് റോഡ്. ക്യാൻ യു ടെൽ ഹർ വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ്? ഗിപ്ലി എന്താണ് ചെറിയ വഴി ഏതാണ് ഇങ്ങനെ തപ്പി നടക്കുകയാണ്. 1 2 3 4 റോഡുണ്ട്, 4 വഴികളുണ്ട് ഗിപ്ലിക്ക് മുമ്പിൽ ഈ ധാന്യത്തിനടുത്ത് എത്താൻ. അതിൽ ഏറ്റവും ചെറിയ വഴി ഏതാണ് ഇങ്ങനെ ഗിപ്ലി നോക്കുകയാണെ. ക്യാൻ യു ഡ്രോ എ ഷോർട്ടർ ദാൻ ദീസ് വിച്ച് ഈസ് ദ ലെങ്ത് ഓഫ് ദാറ്റ് റോഡ്? നിങ്ങൾക്ക് അതിനെങ്കിലും ചെറിയൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റുമോ? അതെങ്കിൽ അതെങ്ങനെയായിരിക്കും? അത് എത്ര, പിന്നെ ലെങ്ത് എന്തായിരിക്കും? ഫസ്റ്റ് നമ്മുടെ ചോദ്യം എന്താണ്? ക്യാൻ യു ടെൽ ഹർ വിച്ച് ഈസ് ഷോർട്ടസ്റ്റ്? ഈ 4 വഴികളിൽ ഏറ്റവും ചെറിയ വഴി ഏതാണെന്ന് കണ്ടുപിടിക്കാമോ എന്നാണ് നമ്മുടെ ചോദ്യം. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ നോക്കുമ്പോ എല്ലാം ഒരുമാതിരി വളഞ്ഞൊക്കെ ഇരിക്കുക അല്ലെ? അപ്പോ ഏതായിരിക്കും അത് ചെറുത് വലുത് എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മെഷർ എടുത്ത് നോക്കുക. ഫസ്റ്റ് ആ പിങ്ക് ലൈൻ കണ്ടോ? പിങ്ക് ലൈനില് ഈ സ്ലാൻഡിങ് ലൈനിൽ എത്ര സെന്റിമീറ്റർ ആണ് നോക്കുക. സ്കെയില് വെച്ച് നോക്കുക. സ്കെയിലിന്റെ ഈ എൻഡ് ഇവിടെ വെക്കുക. നീ ഇങ്ങനെ അതിന്റെ ആ ഷേപ്പിൽ തന്നെ സ്കെയില് വെച്ച് നോക്കുക. എത്ര സെന്റിമീറ്റർ എന്ന് കിട്ടും? 5 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി ഷേപ്പിന്റെ ഇനി സ്കെയിലിന്റെ ഈ നമ്മൾ ലൈൻ പോയേക്കുന്ന ഷേപ്പ് എന്താണ്? നേരെ പോയേക്കുക അല്ലെ? സ്കെയിലിന്റെ ഒരു തുമ്പിവിടെ വെക്കുക, സീറോയുടെ തുമ്പിവിടെ വെക്കുക. എന്നിട്ട് ലെങ്ത് മെഷർ ചെയ്തേ 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനിയോ കുറച്ചിങ്ങനെ ചരിഞ്ഞ് താഴത്തോട്ടാ അല്ലെ? സ്കെയിലിന്റെ സീറോയുടെ തുമ്പ് മുകളിൽ വെക്കുക, താഴത്തോട് നോക്കിക്കേ എത്ര സെന്റിമീറ്റർ നോക്കിക്കേ. ആ ലൈന് നേരെയായിട്ട് സ്കെയില് പ്ലേസ് ചെയ്ത് എത്ര സെന്റിമീറ്റർ ഉണ്ട്? 2.3 സെന്റിമീറ്റർ. ഇനിയോ നമ്മുടെ പിങ്ക് ലൈൻ നേരെ പോയേക്കുക, സ്കെയിലിന്റെ സീറോ ഈ എൻഡിൽ വെക്കുക, മറ്റേ എൻഡ് വരെയുള്ള ലെങ്ത് മെഷർ ചെയ്യുക. എന്താണ്? 4.8 സെന്റിമീറ്റർ കിട്ടും. ഇനി ബ്ലൂ അല്ല യെല്ലോ ലൈൻ മെഷർ ചെയ്തേ. ഫസ്റ്റ് 5.4 എന്ന് കിട്ടും. സെക്കൻഡ് ലൈൻ 2.7 എന്ന് കിട്ടും. തേർഡ് ലൈൻ 1.7 എന്ന് കിട്ടും. ഫോർത്ത് ലൈൻ 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ബ്ലാക്ക് ലൈൻ ഓഫ് ഫസ്റ്റ് ലൈൻ 7.1, സെക്കൻഡ് ലൈൻ 4 and തേർഡ് ലൈൻ 4.2 എന്ന് കിട്ടും. ഇനി ബ്ലൂ ഫസ്റ്റ് ലൈൻ 5.4 ആണ്, സെക്കൻഡ് ലൈൻ 7.2 ആണ്, തേർഡ് ലൈൻ 4.6 ആണ് ആൻഡ് ഫോർത്ത് ലൈൻ 4.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോ നമ്മുടെ പിങ്ക് ലൈൻ എത്ര ടോട്ടൽ എന്ന് വരും? പിങ്ക് ലൈൻ എത്ര സെന്റിമീറ്റർ ആണ് ടോട്ടൽ? 5 centimeters plus 4 centimeter plus 2.3 centimeter plus 4.8 centimeter എന്താണ്? 16 ടോട്ടൽ ലൈൻ 16.1 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി യെല്ലോ ലൈൻ എന്ത് വരും? 5.4 centimeter plus 2.7 centimeter plus 1.7 centimeter plus 4 centimeter is equal to 13.8 centimeter എന്ന് കിട്ടും. ഇനിയോ ബ്ലാക്ക് line is equal to 7.1 plus 4 plus 4.8 50 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 15.9 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ എല്ലാവരും. ഇനി ബ്ലൂ ലൈനോ 5.4 plus 7.2 plus 4.6 plus 4.5 എന്താണ് ആൻസർ? 21.7 സെന്റിമീറ്റർ എന്ന് ആഡ് ചെയ്യുമ്പോൾ കിട്ടും. അങ്ങനെയെങ്കിൽ നമ്മുടെ ഗിബ്ലി ആന്റിന് ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഗ്രെയിൻസിൽ അല്ലെങ്കിൽ ധാന്യത്തിന്റെ അടുത്ത് എത്താൻ പറ്റുന്ന ലൈൻ ഏതായിരിക്കും? ഏറ്റവും ചെറിയ നമ്പർ വരുന്നത് ഏതാണ്? യെല്ലോ ലൈൻ അല്ലെ? ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് റോഡ് ബി അല്ലെ? റോഡ് ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന യെല്ലോ ലൈൻ ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് വേ അല്ലെ? സോ എല്ലാവരും കൂടെ എഴുതിക്കേ. Can you tell her which is shortest? Can you tell her which is shortest? That is B. Road B എന്ന് എഴുതിക്കേ. Road B. Okay. ഇനി താഴത്തെ ക്വസ്റ്റ്യൻ. Can you draw a road shorter than these? What is the length of that road? ഈ റോഡ് എ, റോഡ് ബി, റോഡ് സി, റോഡ് ഡി ഇതെല്ലാം വളഞ്ഞ് ഇങ്ങനെയൊക്കെ വല്ലാണ്ടൊരു ഷേപ്പ് ഇരിക്കുക അല്ലെ?
സോ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഈ റോഡ് ഇങ്ങനെ 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 ക്രോസ് ചെയ്ത് ഈ ഗ്രെയിൻസിനടുത്ത് എത്താൻ കുറച്ച് വളഞ്ഞ വഴി പോകേണ്ടി വരും അല്ലെ. നമുക്ക് ഏറ്റവും എളുപ്പത്തിന് നമ്മുടെ ഗിബ്ലിക്ക് ഈ ഗ്രെയിൻസിലെത്താൻ എളുപ്പ വഴി വല്ലതും വരച്ചു കൊടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ റോഡ് വരച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഏറ്റവും ഷോർട്ടസ്റ്റ് ലൈൻ? എന്തായിരിക്കും? ഗിബ്ലി നിൽക്കുന്ന ഈ പൊസിഷനിൽ നിന്നും ഈ പോയിന്റിൽ നിന്നും ഗ്രെയിൻസിലോട്ട് ഉള്ള സ്ട്രെയിറ്റ് റോഡ് ആയിരിക്കും അല്ലെ. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് റോഡ് ആയിരിക്കും ഏറ്റവും എളുപ്പം അല്ലെ. ഗിബ്ലിക്ക് വീട്ടിനടുത്ത് എത്താൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി ഏതായിരിക്കും? സ്ട്രെയിറ്റ് റോഡ് ആയിരിക്കും അല്ലെ. ആ സ്ട്രെയിറ്റ് റോഡ് എല്ലാവരും എഴുതിക്കേ. സ്ട്രെയിറ്റ് റോഡ്, STRAIGHT, സ്ട്രെയിറ്റ് റോഡ്, STRAIGHT, സ്ട്രെയിറ്റ് റോഡ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദാറ്റ് റോഡ്? ആ ലെങ്തിന്റെ ആ റോഡിന്റെ ലെങ്ത് എന്തായിരിക്കും? എന്താണ് ലെങ്ത്? എത്രയാണ്? സ്ട്രെയിറ്റ് റോഡ് കോമ ലെങ്ത് ഈസ് ഈക്വൽ ടു, എല്ലാവരും മിസ് വരച്ച് നോക്കിയിട്ടാണ് ലെങ്ത് മെഷർ ചെയ്തപ്പോൾ 11.6 സെന്റിമീറ്റർ എന്ന് കിട്ടി. എന്താണ്? 11.6 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിന്റെ മെഷർമെന്റ് സ്കെയിലിൽ മെഷർ ചെയ്തപ്പോൾ മിസ്സിന് എന്ത് കിട്ടി? 11.6 സെന്റിമീറ്റർ എന്ന് കിട്ടി. സോ എന്താ എഴുതേണ്ടത്? സ്ട്രെയിറ്റ് റോഡ് കോമ ലെങ്ത് 11.6 സെന്റിമീറ്റർ എന്ന് എഴുതുക. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് എല്ലാം പേജ് നമ്പർ 51 ആൻഡ് പേജ് നമ്പർ 52 എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്ത് മിസ്സിന്റെ ഹോംവർക്ക് ആയിട്ട് ഫോട്ടോ ഇട്ടിരുന്നു കേട്ടോ. മനസ്സിലായോ എല്ലാവർക്കും? All the best.